നമസ്കാരം, ഞാൻ അബ്ദുൽ ബാസിൽ. ലഹരിക്കെതിരെ എവർഷൈൻ മീഡിയ ഒരുക്കുന്ന മോചനം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. ഇന്നത്തെ യുവതലമുറകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ നൽകാൻ കഴിഞ്ഞു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ലഹരിക്കെതിരെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പ്രതികരിക്കുന്ന ഓരോ വ്യക്തിയെയും ഞാനൊരു പേരിട്ട് വിളിക്കും: പോരാളികൾ. യെസ്, ദേ ആർ ദ റിയൽ വാരിയേഴ്സ്. അങ്ങനെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ മോചനം എന്ന ഷോർട്ട് ഫിലിമിന് അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരും അഭിനേതാക്കളും എല്ലാം യഥാർത്ഥ പോരാളികൾ തന്നെയാണ്. യെസ്, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ, ലഹരിയുടെ മാഫിയക്കെതിരെ ഒരുമിച്ച് പോരാടി ലഹരിമുക്ത നവകേരളം എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കിയെടുക്കണം. ഒരുമിക്കാം നമ്മുടെ മക്കൾക്കായി. അതിന് ഒരു ഊന്നൽ നൽകുന്ന ഒരു ഷോർട്ട് ഫിലിമായി ഈ മോചനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. താങ്ക് യു. നാളെ പോവാട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയില്ലേ? മോളെ, ഒരു ബൈക്ക് ഇതിലെ പാസ് ചെയ്യുന്നുണ്ടോ? ആ, കണ്ടു. അവരിത് ഇതിലെയാണ് പോയത്. ഇതിലെയോ? ആ, ഇതിലെ. ഓക്കെ, ഡൺ. എടാ, കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണുകളെ വെട്ടിച്ച് ബിസിനസ് ചെയ്യാമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അയ്യോ സാർ, അതെൻ്റെ ആളുകളല്ല സാർ. ഞാൻ 1 വർഷമായി ഈ ഫീൽഡ് വിട്ടിട്ട്.
സാർ. ആ സാർ. ഇല്ല സാർ, അതെൻ്റെ ആളുകളല്ല. എങ്കിൽ നിനക്ക് നല്ലത്. ലഹരിയുമായി പിടിക്കപ്പെട്ടാൽ ഒരുത്തനും പുറം ലോകം കാണില്ല. വിടില്ല ഞാൻ. അമ്മ ചായ. മോളെ പച്ചക്കറിക്കാരൻ പോയോ? രാവിലെ മഴയായതുകൊണ്ട് വൈകിതായിരിക്കും അമ്മേ. മോളെ എന്താ മോളെ, പീരീഡ്സ് ആയോ? ഹലോ റീതു. ഹലോ ജീന. നീ ഇന്ന് എന്താ കോളേജിൽ വരാതിരുന്നത്? നിന്നെ ഞാൻ എത്ര വിളിച്ചു, നീ എന്താ കോൾ എടുക്കായിരുന്നു? എനിക്കാണെങ്കിൽ ഇവിടെ സാധനം കിട്ടാതെ പ്രാന്തെടുത്ത അവസ്ഥയിലിരിക്കുകയാണ്. നീ ഇപ്പൊ എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാം. ചെറിയൊരു പ്രശ്നമുണ്ട്. മനസ്സിലായി, അന്ന് പറഞ്ഞതല്ലേ, റേറ്റ് കൂടിയതല്ലേ, എത്രയാണെങ്കിലും തരാം. എനിക്കിപ്പോൾ സാധനം കിട്ടിയാൽ മതി. പിന്നെന്ത് പ്രശ്നം? ജീനെ, ഞാൻ ആദ്യം ഒന്ന് പറയണമെന്ന് കേക്ക്. സാധനം കിട്ടാനില്ല. പോലീസ് അവൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവർ വണ്ടിയും സാധനവും അവിടെ ഇട്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാധനം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇനി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടു തരണം. നീ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. സാധനം വന്നിട്ടുണ്ടോ? നീ വേഗം ഫോൺ എടുക്ക്. ഹലോ റിത്തു, എന്തായി, സാധനം കിട്ടിയോ? ജീന, നമുക്ക് സാധനം കിട്ടാനുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമുക്ക് സാധനം തരുന്നത് പുതിയ ടീമാണ്. അവർക്ക് പണമല്ല പ്രശ്നം. പകരം നിങ്ങളിൽ ഒരാളെ കുറച്ച് നേരത്തേക്ക് വേണമെന്നാണ് പറയുന്നത്. അവർക്ക് എന്താണോ വേണ്ടത് ഞങ്ങൾ കൊടുക്കാം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഇവിടെ സാധനം കിട്ടാതെ ചത്തു പോണ ഒരവസ്ഥയാണ്. നീ എങ്ങനെയും എത്താൻ നോക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. വരുമ്പോൾ ഗേൾസ് മാത്രം മതി, ബോയ്സ് വേണ്ട. ഓക്കെ.
ഒരു ഡോസ് കൂടെ ഋതു പ്ലീസ്. മേഡത്തിന്റെ ചേട്ടന്റെ മോള് ജീനയല്ലേ അത് പോയത്? വൈകിട്ട് വിസിറ്റിംഗ് നേരത്തെ കഴിഞ്ഞോ? അതെ ഡോക്ടർ, ഇപ്പൊ 2 പെൺകുട്ടികൾ പോയില്ലേ, അവരെന്തിനാ വന്നത്? ആ കുട്ടികൾ ഒരു ട്രാപ്പിൽപ്പെട്ട കുട്ടികളാണെന്ന് തോന്നുന്നു. അതിൽ ഒരാൾക്ക് പ്രശ്നമില്ല, ബട്ട് ജീന ഷീ ഈസ് പ്രഗ്നന്റ്. വാട്ട്? യെസ് ഡോക്ടർ. മൈ ഗോഡ്. ആ കുട്ടി ഡോക്ടറുടെ ഷീ ഈസ് മൈ ബ്രദേഴ്സ് ഡോട്ടർ. ആന്റി നശിച്ചു, ആന്റി നശിച്ചു. എന്തിനാണ് ജീവിക്കുന്നത്? ആന്റിന് എന്താ ആന്റി ചെയ്യും? മോള് വിഷമിക്കണ്ട, ആന്റി എല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ആന്റി പറയുന്നത് അനുസരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നോക്കുമോളെ, പെൺകുട്ടികളെ വെച്ചാണ് ഇത്രയ്ക്കൊരു ലഹരി വിൽപ്പന നടത്തുന്നത്. കാരണം പെൺകുട്ടികളെ ആരും ഈ വിഷയങ്ങളിൽ അധികം സംശയിക്കാറില്ല. അതുപോലെ തന്നെ ഒരു പരിധിക്കപ്പുറം ആരും അവരെ പരിശോധിക്കാറുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി മാഫിയകളെല്ലാം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നതും.
പിന്നെ അതേപോലെ നമുക്ക് ഈ ലഹരിയിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് മോചനം പ്രയാസമായിരിക്കും. മാഡം, എൻ്റെ മോള് അമ്മ, ഈ പോലീസും എക്സൈസും അധ്യാപകരും എത്ര തന്നെ ഇടപെട്ടാലും നമ്മൾ ഈ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ലഹരിയെ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. മോളെ, മോൾക്കുണ്ടായിരുന്ന ഈ ഒരു അവസ്ഥയിലുള്ള ഭൂതകാലം എനിക്കും ഉണ്ടായിരുന്നു. അറിവിനേക്കാൾ എന്തുകൊണ്ടും വലുത് തിരിച്ചറിവാണ്. അമ്മ പേടിക്കണ്ട, ഒരാഴ്ചത്തെ കൗൺസിലിന് ശേഷം നമുക്ക് ശരിയാക്കാം കേട്ടോ. മോചനം ആശിക്കാത്തവരെ ആരാ ഉള്ളത്? നല്ലൊരു ഉപദേശം ഉണ്ടെങ്കിൽ മോചനം ഉറപ്പ്.